മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേരുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ ഈ യോഗത്തെ കാണുന്നത്. ചൂരൽമല ടൗണിൽ നിന്ന് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മലയമ്മ, ഗുഡ് ഈവനിംഗ്. പുനരധിവാസം ഇനിയും വൈകരുതേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഓൺലൈനായി ചേരുന്ന ഒരു യോഗം. ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ ആയി വരേണ്ടത് പുനരധിവാസം എങ്ങനെ എപ്പോഴത്തേക്ക് സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ യോഗം നടക്കുമ്പോൾ? ദീപക്. സുജയ, വെരി ഗുഡ് ഈവനിങ്. മാസങ്ങൾക്ക് മുൻപ് നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളല്ല, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ കാഴ്ചകൾക്കൊക്കെ അല്പം മാറ്റമുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അല്പം വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാം. ഇത് ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ആളുകളെ കടത്തിവിടണം എന്നുള്ള നിർദ്ദേശം വെച്ചതാണ്. കാരണം ഇവിടെ ഒരു ജീവൻ വെക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളത് നാട്ടുകാർ ഏറെക്കാലമായി പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചൂരൽമലയ്ക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള വസ്തുത അതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊപ്പം ഈ നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ സുഖേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ സുഖേട്ടനിലേക്ക് നോക്കും. സുഖേട്ടാ, എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നോ? ഇപ്പോൾ അവിടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടോ? ഇന്ന് യോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം വരെ ഒരു പ്രതീക്ഷയില്ല. കാരണം 5 മാസമായി ഇപ്പോഴും നമ്മൾ ദുരിതത്തിൽ തന്നെ ഉള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവൻ ഇപ്പോഴും റോട്ടിൽ തന്നെ ഉള്ളത്. ഇന്നലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് നോസ് പ്രകാരം വന്ന 388 ലിസ്റ്റ് പക്ക അപാകതയാണ്. അത് പരിപൂർണമായിട്ട് ഞങ്ങൾ ഒഴിവാക്കാനുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഞ്ചായത്ത് ലിസ്റ്റ് കൊടുത്തിരുന്നു. അതായത് എല്ലാ ആക്ഷൻ കൗൺസിലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് വലിയൊരു സംഭവം നമ്മൾ നടത്തിയിരുന്നു. ആ പക്ക ലിസ്റ്റായിരുന്നു 502+. ഞാൻ ഇവിടെ വന്നപ്പം കണ്ട ആകെയുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ മണ്ണിൽ അല്പം ചെടികളൊക്കെ നാമ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കോ അത്തരത്തിൽ എന്തെങ്കിലും പുതുനാമ്പുകൾ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായും ഒരു നാമ്പ് നമുക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മളെ 39 ബോഡികൾ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി കിടക്കുകയാണ്. ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ താഴോട്ട് പോവല്ലാണ്ട് അതിലൊരു മേഖലയ്ക്ക് നമുക്ക് ഉയർന്നു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് തൊട്ട് ജനങ്ങൾ ഭക്ഷ്യക്കിറ്റില്ല പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. അടിസ്ഥാന സൗകര്യമായിട്ട് ഈ പറഞ്ഞ ക്രിസ്തുമസിന് വരെ മുന്നൊക്കെ നമുക്ക് ഈ സന്നദ്ധ സംഘടന കിറ്റും കാര്യങ്ങളും കൊടുത്തിരുന്നു. ഇപ്പോൾ കിറ്റ് വരെ കിട്ടാത്തൊരവസ്ഥയുള്ളത്. അത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടിൽ നിൽക്കണം. ജോലിക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ലോണുകളുടെ ഒരു വലിയൊരു വിഷയമുണ്ട്, കർഷകരുടെ വിഷയമുണ്ട്, കുടുംബശ്രീയുടെ വിഷയങ്ങൾ, നിരന്തരമായ വിഷയങ്ങൾ, ഇവിടുത്തെ ടൗണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അല്പമെങ്കിലും വാഹനമെങ്കിലും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുക ഇപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇത് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ ജനിച്ച് വളർന്നവനക്ക് ഇവിടെ ബേലി പാലം കടക്കാൻ വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. വളരെ പ്രയാസം. ഇപ്പം ഞങ്ങൾ ഈ നിരന്തരം ഗവൺമെൻറ് മുമ്പിൽ ശ്രദ്ധ ചെലുത്തി കലക്ടറിന് മുമ്പിൽ ഇപ്പോൾ ADM സംസാരിച്ചുകൊണ്ടാണ് അവിടെ നമുക്കുണ്ടായിരുന്ന ഈ പറഞ്ഞ റവന്യൂ ചെക്ക് പോസ്റ്റും പോലീസ് പോസ്റ്റും മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ജനങ്ങളൊക്കെ കൂടെ വന്നിട്ട് ഈ പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി വരുന്നത്. സുജയ, ഞാനിതിൽ പറയാൻ വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് പുനരധിവാസം സാധ്യമാക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് വാടക വീടുകൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുക സർക്കാർ നൽകുന്നുണ്ട്. അതിനപ്പുറത്ത് അവർക്ക് ആനുകൂല്യം എന്നുള്ള നിലയ്ക്ക് 300 രൂപ വെച്ചുള്ള ആ തുകയൊക്കെ റിലീസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും വീട് എവിടെയായിരിക്കും, അതിനുള്ള ഭൂമി എവിടെയാണ്, എങ്ങനെയാണ് ഞങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ഇവിടെ കടകളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും തൊഴിലൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഇവിടെ റേഷൻ കടയായിരുന്നില്ല, റേഷൻ വാങ്ങാൻ പലരും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അത് നമുക്ക് അറിയാം. അതിനപ്പുറം 850 കാർഡ് ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 250 താഴേക്കേ വരുന്നുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ 300 രൂപയുടെ ആ ഒരു കൂലി എന്ന് പറയുന്നത് 3 മാസത്തേക്കേ തരുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് അതില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ആളുകൾ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം തന്നെ ഇന്നലെ ഒരു കരട് പട്ടിക വന്നു. ശരിക്കും പൂർണ്ണമായിട്ടില്ല അത്. അത് മാത്രമല്ല, ഈ പട്ടിക മാത്രം പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല. പലർക്കും ഇപ്പോൾ വാടകയിലാണ് താമസിക്കുന്നത്. അത് തന്നെ 6000 രൂപ കൊടുത്താൽ പോലും അവരെ കയ്യിൽ നിന്ന് വേറെ ചേർത്ത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രതീക്ഷയുണ്ടോ? കാരണം ഇത്രയും നാളായി നമുക്ക് കാര്യമായ ഒരു പുരോഗതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്നിൽ പോലും ഇപ്പോൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ഇപ്പോൾ സന്നദ്ധ സംഘടന മാക്സിമം ഈ പറഞ്ഞ പോലെ മെമ്പർ ഇപ്പോൾ കഴിഞ്ഞ ന്യൂസിൽ തന്നെ പറഞ്ഞു, പലരും ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്നുണ്ട്. പല ആളുകളും ഭക്ഷ്യസാധനങ്ങളല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും ഇന്ന് രാവിലെ നമ്മൾ TV പറഞ്ഞതാണ്. അതുപോലും ഗവൺമെൻറ് ചെയ്യുന്നില്ല. മൈക്രോ പ്ലാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ മാസങ്ങളിലും കൃത്യമായിട്ട് അവർക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭക്ഷ്യക്കിറ്റ് ഇപ്പോൾ കഴിഞ്ഞ മേപ്പാടിയിൽ ഒരു പഴയ അരി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ കാരണം അത് നിർത്തിവെച്ചിരിക്കുക. പലർക്കും ജോലിയില്ല കാര്യമായിട്ട്. ഇപ്പം തന്നെ എസ്റ്റേറ്റിൽ ഏലം പറിക്കുന്ന എസ്റ്റേറ്റിൽ തന്നെ പലരും പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് 1-2 പണി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. അതായത് അവർ പറഞ്ഞു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്ലാന്റേഷൻ ഇപ്പോഴും തുറന്നു കൊടുക്കുന്നതിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണല്ലോ അല്ലേ? അപ്പോൾ ആ പ്ലാന്റേഷനൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുക എന്നുള്ളത് കൂടിയാണ്.
പിന്നെ ഇവിടെ നിന്ന് പലവരും പല സ്ഥലത്തേക്ക് മാറിപ്പോയി. കാരണം ഇവിടെ വാസയോഗ്യമല്ല. ഞാൻ ജോൺ മത്തായി സാറ് പറഞ്ഞു 30 മീറ്റർ എന്ന് പറഞ്ഞു. കാരണം അവരിപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് താമസം, അവിടെ പോയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ ഇവർ പണിയെടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാത്ത ഒരു നഷ്ടത്തിലാണ്. അതേപോലെ ഇവിടെ ഈ കടക്കാർ ഓരോരുത്തരുടെയും ബിൽഡിങ് പോയി, അവർക്ക് സാമ്പത്തികങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യത്തിനൊക്കെ നമ്മൾ ഈ ഗവൺമെൻറ് മുന്നിട്ട് ഇറങ്ങണം. കാരണം ഈ ധനസഹായം കിട്ടുന്ന ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ സ്ഥലം കണ്ടെത്തുന്നതിലടക്കം ഒരു തീരുമാനമാവുന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ നമുക്ക് ഉറപ്പില്ല. ഒരിക്കലും നമ്മളിപ്പോൾ ഇത്രയും വട്ടം കുറേ ചാനലുകളിലും വന്നിട്ട് നമ്മൾ ഇതേപോലെ സംസാരിക്കുമ്പോൾ ഇത് തരണ്ടേ. കാരണം തീരുമാനമാവുന്നില്ല ആശങ്ക തന്നെ, 100% ആശങ്ക തന്നെ. കാരണം ഒരു എസ്റ്റേറ്റും കാര്യങ്ങളും അവർ കേസിലാന്ന് പറഞ്ഞാൽ 2 പ്രോപ്പർട്ടി എടുത്തു എന്ന് പറഞ്ഞു. ഇത് വേറെ നടക്കാത്ത സംഭവങ്ങളാണ്. അതേ ഒരു ആശങ്ക തന്നെയാണോ നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും അതേ ആശങ്കയാണ്. നമ്മളൊക്കെ ഇവിടുത്തെ വ്യാപാരികൾ, നമ്മളെ സ്ഥാപനമാണിത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും പിന്നെ സർക്കാർ മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.